നമസ്കാരം. ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത മാസം ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കളൊക്കെ പെൻഷൻ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം, പല മാധ്യമങ്ങളും ഇപ്പോൾ 4800 രൂപ പെൻഷൻ വിതരണം വാർത്തകളൊക്കെ നൽകുന്നുണ്ട്. എന്നാൽ ഇത് എത്രത്തോളം ശരിയാണ് എന്ന് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക അറിയിപ്പ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് അറിയുകയുള്ളൂ. എന്നാൽ 2 മാസത്തെയെങ്കിലും, കുറഞ്ഞത് 2 മാസത്തെയെങ്കിലും പെൻഷൻ തുക വിതരണം ചെയ്യുമെന്ന അറിയിപ്പ് നേരത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. നമുക്കറിയാം, വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഔദ്യോഗിക ഓണപരിപാടികളൊക്കെ റദ്ദ് ചെയ്തുകൊണ്ട് ആ ഒരു തുക വയനാട് ദുരന്തം അനുഭവിക്കുന്ന ആളുകൾക്ക് നൽകുന്നതിന് വേണ്ടി, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ 4800 രൂപ ഓണത്തോടനുബന്ധിച്ച് പെൻഷൻ തുക വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക അറിയിപ്പുകൾ വന്നെങ്കിൽ മാത്രമേ നമുക്ക് അറിയുവാൻ കഴിയുകയുള്ളൂ. എന്ത് തന്നെയായാലും 2024 മാർച്ച് മാസം മുതൽ കൃത്യമായി എല്ലാ മാസവും സംസ്ഥാന സർക്കാർ ഇപ്പോൾ പെൻഷൻ തുക വിതരണം ചെയ്യുന്നുണ്ട്. 1600 രൂപ വീതമാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഓണത്തോടനുബന്ധിച്ചുള്ള പെൻഷൻ തുകയുടെ വിതരണം ഈ മാസം തന്നെ ഉണ്ടാകുമെന്ന അറിയിപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ എത്ര മാസത്തെ പെൻഷൻ തുക, അതായത് കുടിശ്ശികയുള്ള എത്ര മാസത്തെ പെൻഷൻ തുക കൂടി കൂട്ടിച്ചേർത്തായിരിക്കും ഈ മാസം അവസാനം പെൻഷൻ വിതരണം ചെയ്യുക എന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക അറിയിപ്പുകൾ വന്നാൽ ഉടൻ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യത്തിന്, അതായത് പെൻഷൻ തുകയ്ക്ക് അർഹതയുള്ള ആളുകളുടെ പെൻഷൻ തുക വിതരണ തീയതിയും ഉടൻ തന്നെ അറിയാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകൾക്കുമായി ദയവായി ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക്